നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഫ്രണ്ട്സ് ആയ തെറ്റ് ചെയ്യുമ്പോ ഒത്താശ ചെയ്തു കൊടുക്കുന്നതോ മറ്റുള്ളവരിൽ നിന്ന് അത് മറച്ചു പിടിക്കുന്നതോ അല്ല സൗഹൃദം. ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കുന്നതും ആ തെറ്റിൽ നിന്ന് അയാളെ പിന്തിരിപ്പിക്കുന്നതുമാണ് ശരിയായ സൗഹൃദം. നിങ്ങളത് ചെയ്തില്ല. അത് കാരണം നഷ്ടപ്പെട്ടത് ഒരു ജീവനാ. അയാള് വലിയൊരു ക്രിമിനലായിരുന്നു. പക്ഷേ അയാളുടെ ജീവനും വിലയുണ്ട്. ഇനി മുതൽ ഇവൾ എന്റെ കൺവെട്ടത്തുണ്ടാവണം. നിങ്ങൾ 3 പേരും ഇനി ഇവളെ കാണാനോ ഇവളോട് മിണ്ടാനോ ഇടപഴകാനോ പാടില്ല. അറിയാതെ മുന്നിൽ വന്ന് പെട്ടാൽ പോലും കാണാത്തതുപോലെ ഒഴിഞ്ഞു മാറി പൊക്കോണം. എന്നെ ധിക്കരിച്ചുകൊണ്ട് നിങ്ങൾ കാണുകയോ ഇടപഴകുകയോ ചെയ്തുവെന്ന് ഞാൻ അറിഞ്ഞ അന്ന് നിങ്ങൾ 4 പേരുടെയും ഈ ഹോസ്റ്റൽ വാസം അവസാനിപ്പിക്കും. ഇതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന പണിഷ്മെന്റ്. ഓക്കോ, പോകാനല്ലേ പറഞ്ഞേ? പാറു, ഒരു മണിക്കൂർ സമയം ഞാൻ നിനക്ക് തരും. അതിനുള്ളിൽ എടുക്കാനുള്ളതെല്ലാം എടുത്ത് നീ എന്റെ റൂമിൽ എത്തിയിരിക്കണം. ഞാൻ ആ റൂമിൽ വന്ന് നിന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകേണ്ട സാഹചര്യം ഉണ്ടാക്കരുത്. മുക്ത, ഒടുവിൽ നമ്മൾ ആഗ്രഹിച്ചത് തന്നെ നടന്നു. ഒരുമിച്ച് നടന്നവരെ മാഡം തന്നെ 2 വഴിക്കാക്കി. മാഡം അവരുടെ കീശയിലാണെന്നായിരുന്നു 4ന്റെ വിശ്വാസം. മാഡം തന്നെ അവർക്ക് കണക്കിന് കൊടുത്തു. സത്യം പറഞ്ഞ എനിക്കിപ്പോ തുള്ളിച്ചാടാൻ തോന്നുന്നുണ്ട്. മുക്ത, നിന്റെ മുഖത്തെന്തോ ഒരു സന്തോഷമില്ലാത്ത? എന്തു പറ്റി മുക്ത? പാർവതിക്ക് കൈലാഷിനോട് പ്രണയമൊന്നുമില്ലെന്ന് ഈ സംഭവത്തോടു കൂടി കൈലാഷിന് മനസ്സിലായി. നന്ദൻ കാരണം അത് സംഭവിച്ചത്. അങ്ങനെ ഒരു ഹെൽപ്പ് എനിക്ക് ചെയ്തു തന്നിട്ടാ അവൻ മരിച്ചത്. അതാലോചിക്കുമ്പോ മനസ്സിനൊരു വിഷമം. ഒന്നുമില്ലെങ്കിലും നന്ദൻ എന്റെ ഫ്രണ്ട് അല്ലേടി. പോലീസിനോട് അവൻ നിന്റെ പേര് പറയുമെന്ന് നീ പേടിച്ചിരിക്കായിരുന്നില്ലേ? ഇനിയിപ്പോ ആ പേടി വേണ്ടല്ലോ. നീ വിഷമിക്കുകയല്ല, സന്തോഷിക്കുക വേണ്ടത്. ജീവശ്വാസമാണ് ഞാൻ നിനക്ക് നൽകുന്ന സമ്മാനം. എന്റെ മരണം വരെ എന്റെ ശ്വാസം നിനക്ക് മാത്രം അവകാശപ്പെട്ടതായിരിക്കും. ഇതാണ് ഞാൻ നിനക്ക് നൽകുന്ന വാക്ക്. പാറു, ഈ സാധനങ്ങളാണ് നിന്നെ ഈ കണ്ട കുഴപ്പങ്ങളിലെല്ലാം കൊണ്ട് ചാടിച്ചതെന്ന് നിനക്കറിയാലോ. നിന്നോട് ഇതെല്ലാം നശിപ്പിച്ച് കളയാൻ പറഞ്ഞിട്ട് നീ ഇപ്പോഴും ഇതൊക്കെ എടുത്തു വെച്ച് ഓർമ്മകൾ അയവർക്കുവാണല്ലേ? എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ നിനക്ക്. ഇതൊന്നും എന്റെ കയ്യിൽ ഉണ്ടാവാതിരുന്നാ പോരെ. ഇതൊക്കെ ആരെ ഏൽപ്പിക്കണമെന്ന് എനിക്കറിയാം. നിന്റെ കണ്ണീരൊപ്പാൻ സ്നേഹത്തിന്റെ ചൂടുള്ള ഒരു കൈവിരൽ നീണ്ടു വന്നിരുന്നെങ്കിൽ എന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. സങ്കടങ്ങൾ ഇറക്കി വെക്കാൻ ഒരു ചുമല് നീ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. വിശ്വസിച്ചോളൂ, ഒരു സാന്ത്വന സ്പർശമായും നിന്റെ സങ്കടങ്ങൾ ഇറക്കി വെക്കാനുള്ള അത്താണിയായും ഞാൻ നിന്റെ അടുത്തുണ്ട്. ഞാൻ പോയിക്കോട്ടെ. പാറു, ഇനി ഞങ്ങൾക്ക് നിന്നെ ഒരിക്കലും കാണാൻ പറ്റില്ലേ? എന്നോട് സംസാരിക്കാൻ പറ്റില്ലേ? നമ്മൾ എന്നേക്കുമായി പിരിയുവാണോ? എനിക്കറിയില്ല മീര. വഴക്കുകൂടിയും തല്ലുകൂടിയും സ്നേഹിച്ചും
നമ്മൾ ഇത്രയും ദിവസം ഒരുമിച്ച് കഴിഞ്ഞു. ഇനി നിന്നെ കാണാൻ കഴിയുമെന്ന് പോലും അറിയില്ല. നിന്നെ കാണാൻ ശ്രമിച്ച മാഡം ഞങ്ങൾ അടിച്ചോടിക്കും, അല്ലെങ്കിൽ ഈ ഹോസ്റ്റലിൽ നിന്ന് എന്നെ പുറത്താക്കും. ഒരേ ഹോസ്റ്റലിൽ തന്നെ ഉണ്ടായിട്ടും ഇനി നമ്മള് രണ്ട് ലോകത്താ. നിന്നെ കാണാൻ തോന്നുമ്പോ ഞങ്ങൾ എന്താടി ചെയ്യണ്ടേ? എനിക്കറിയില്ല ജെനിഫർ, എനിക്ക് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് അറിയായിരുന്നെങ്കിൽ ഞാൻ നിന്നോട് ഒരിക്കലും വഴക്കിടില്ലായിരുന്നു. ആദ്യമായിട്ട് ഞാൻ എന്റെ വീട് വിട്ട് പുറത്തേക്ക് പോകുന്നത്. അറിയാത്ത നാട്ടിലേക്കല്ലേ ഞാൻ പോകുന്നത്. അത് ഒറ്റയ്ക്ക്. പേടിയായിരുന്നു എന്റെ ഉള്ളില്. പക്ഷെ ഇവിടെ എത്തി. നിങ്ങളൊക്കെ പരിചയപ്പെട്ടപ്പോ എനിക്ക് ധൈര്യമായി. ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, കൂടെ നിങ്ങളും ഉണ്ടല്ലോ. പക്ഷെ ഈ കൂട്ടും സ്നേഹവും ഇനി മുതൽ എനിക്ക് നഷ്ടപ്പെടും. എന്റെ കുഴപ്പം കൊണ്ട് തന്നെയാ. അത് ആലോചിക്കുമ്പോ സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക്. ഞാൻ ചെയ്ത തെറ്റിന് ദൈവം എനിക്ക് തന്ന ശിക്ഷയായത്. രണ്ടു മുറിയിലാണെങ്കിലും ഒരേ ഹോസ്റ്റലിൽ തന്നെ ഉണ്ടല്ലോ. നമുക്ക് അങ്ങനെ സമാധാനിക്കാം. അടുത്തിന്റെ മനസ്സ് എന്നെങ്കിലും മാറും. അതിനു വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക്. മനസ്സുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരുമിച്ചുണ്ടായിരിക്കും പാറു. നിന്നെ ഈ റൂമിൽ നിന്ന് പുറത്താക്കാനല്ലേ മാഡത്തിന് കഴിയൂ? ഞങ്ങളുടെ മനസ്സിൽ നിന്ന് നിന്നെ പുറത്താക്കാൻ മാഡത്തിന് കഴിയില്ലല്ലോ. ഞാൻ പോവാ.